ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് ടു യാർ ഡിസൈൻസ്. അപ്പോൾ ഇന്ന് നമുക്കൊരു 2 പീസ് സെറ്റ് ആയാലോ? അതും കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന. ഫസ്റ്റ് വൺ വന്നിട്ട് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന ഈ റാണി പിങ്ക് ഷെയ്ഡാണ്. സെക്കൻഡ് വൺ വന്നിട്ട് ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ്. തേർഡ് വൺ വന്നിട്ടൊരു മസ്റ്റേർഡ് യെല്ലോയാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടിട്ട് വന്നാലോ? അതിനെല്ലാം മുമ്പായിട്ട് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, ഷെയർ ചെയ്യാനും, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെൽ ഐക്കനോട് എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ ഇനി ഞാൻ അങ്ങോട്ട് ഇടുന്ന നല്ല നല്ല കളക്ഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. എനിക്ക് മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്. നമ്മുടെ ഗിവ് അവേയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾക്ക് ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ ഇനി 4K എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും വേഗം വേഗം മെസ്സേജ് അയച്ചോളൂ, കമൻറ്റ് ചെയ്തോളൂ. അപ്പം നമുക്ക് ഇന്ന് കളക്ഷൻസിലേക്ക് പോയാലോ? ഞാനിപ്പോൾ വേറെ ഇരിക്കുന്നത് തന്നെയാണ്. ഇതിൻ്റെ ഫാബ്രിക് എന്ന് പറയുന്നത് നല്ല ഒരു കാന്ത കോട്ടൺ ആണ് വരുന്നത് കേട്ടോ. ഇതിൽ വരുന്ന ഈ ലൈൻസ് വന്നിട്ട് കാന്ത കോട്ടൻ്റെ ലൈൻസ് ആണ് വരുന്നത്. ഇതിന്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ഒരു മജന്ത ഷെയ്ഡാണ് വരുന്നത്. ഇതിന്റെ കോളർ വന്നിട്ട് ചൈനീസ് കോളറിനൊക്കെയാണ് വരുന്നത് കേട്ടോ. ഇതിന്റെ സ്ലീവ് വന്നിട്ട് എൽബോയുടെ അവിടെ വരെ ഉണ്ടായിരിക്കത്തുള്ളൂ. അതായത് മിലിറ്ററി സ്ലീവ് എന്ന് നമ്മൾ പറയൂലേ, അങ്ങനത്തെ സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 46 ഓളം വരുന്നുള്ളൂ കേട്ടോ. 46 ഇതിന്റെ ലെങ്ത് വരുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് ഹൈറ്റ് ഉള്ളവർക്കൊക്കെ അവരൊന്ന് നോക്കിയിട്ട് വാങ്ങിക്കുക. ഇലയിലാണ് വരുന്നത്. ഇലയിലാണെങ്കിൽ തന്നെയും ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ വന്നിട്ട് ഇങ്ങനെ ഒരു സ്ലിറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ നടക്കുമ്പോൾ തട്ടുവോ അങ്ങനെയൊന്നും നമുക്ക് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ വന്ന് ഫുള്ളായിട്ട് ഇങ്ങനെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ളതല്ല, ജസ്റ്റ് ഒരു ഷോയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. ഞാൻ അതിൻ്റെ ക്ലോസ് വ്യൂ കാണിച്ചു തരാം. എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് എത്രത്തോളം അതിൻ്റെ ഭംഗിയുണ്ട് എന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ. ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. നല്ല ഒരു കോട്ടൺ ആണ് കേട്ടോ. പക്ഷേ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല. ലൈനിങ് അറ്റാച്ച്ഡ് അല്ലെങ്കിൽ തന്നെയും അത്യാവശ്യം കട്ടിയുള്ള ഫാബ്രിക്കാണ്. നമുക്ക് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല കംഫർട്ടബിൾ ആണ്. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ചൂട് കാലം വരെയാണ്. നമുക്കൊരു ഓഫീസ് വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബഡ്ജറ്റ് റേറ്റിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഇതിൻ്റെ ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ രണ്ട് സൈഡിലും വന്നിട്ട് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അത്യാവശ്യം ഒരു ഫോണൊന്നും വെക്കാൻ പറ്റത്തില്ല. അത്യാവശ്യം എന്തെങ്കിലും ചെറിയ കർച്ചീഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ പറ്റിയ ടൈപ്പിലുള്ള രണ്ട് പോക്കറ്റും വരുന്നുണ്ട്. ഇതിൻ്റെ പാൻറ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നോർമലി നമ്മൾ കാണുന്ന പോലെ തന്നെ ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും വന്നിട്ട് എലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പാൻറ് വന്നിട്ട് ലൂസ് പാൻറ്റാണ് കേട്ടോ. കുറച്ച് ടൈസ് ഉള്ളവർക്കാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പിലുള്ള ടൈസ് ഉള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പിലുള്ള ലൂസ് പാൻറ്റാണ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. പാൻറ് വന്നിട്ട് ഇങ്ങനെ താഴെ വരെ ഇറക്കം ഉണ്ടാവത്തില്ല. നിങ്ങൾക്കറിയാലോ കോട്ട് സെറ്റ് വന്നിട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ഇത്രയും ഒരു ലെങ്തേ വരത്തുള്ളൂ. ഈ കുർത്തി വെയർ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഫൈനൽ ഔട്ട്ഫിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഒരു നമുക്ക് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് പെട്ടെന്ന് ഇട്ടിട്ട് പോകാൻ പറ്റിയ ഒരു അടിപൊളിയാണ്. നെക്സ്റ്റ് വൺ വന്നിട്ട് നമ്മൾ മുന്നേ കണ്ടതിൻ്റെ വേറൊരു ഷെയ്ഡാണ്. സ്പെക്കുലാരിറ്റി എല്ലാം സെയിം തന്നെയാണ്. ഷെയ്ഡിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. ഇതെന്ന് പറയുന്നത് ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ബാക്കി സ്പെക്കുലാരിറ്റി എല്ലാം സെയിം തന്നെയാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ടോപ്പ് വരുന്നത്. അതിൻ്റെ പാൻറ് വന്നിട്ട് ഇതേപോലെ തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും ഇങ്ങനെ എലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബാക്കി ഒരു ഡിഫറൻസ് വരുന്നില്ല. അപ്പം നമുക്ക് ഈ കുർത്തിയും കൂടെ ഒന്ന് പെട്ടെന്ന് വേറെ ചെയ്തിട്ട് വന്നാലോ? അപ്പോൾ ഈ കുർത്തി വെയർ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഫൈനൽ ഔട്ട്ഫിറ്റാണ് നമുക്ക് കിട്ടുന്നത്. നല്ല രസമില്ലേ കാണാനായിട്ട്. എല്ലാ ഷെയ്ഡും നല്ല ഷെയ്ഡാണ് കേട്ടോ. നമുക്ക് ഏത് അതായത് ഒക്കേഷനിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പിലുള്ള കുർത്തിയാണ്. നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല ഒരു മസ്റ്റേർഡ് യെല്ലോയാണ്. നമുക്കതുകൂടെ ഒന്ന് കണ്ടിട്ട് വന്നാലോ? സ്പെക്കുലാരിറ്റി എല്ലാം സെയിം തന്നെയാണ്. ആ ഷെയ്ഡിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഒരു നല്ല മസ്റ്റേർഡ് യെല്ലോയാണ് വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ്. ബാക്കി സ്പെക്കുലാരിറ്റി എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. അതിൻ്റെ പാൻറ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും എലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കുർത്തികൾ ഒന്ന് പെട്ടെന്ന് വെയർ ചെയ്തിട്ട് വന്നാലോ? അപ്പോൾ ഈ ലാസ്റ്റ് വൺ കുർത്തി വെയർ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഫൈനൽ ഔട്ട്ഫിറ്റാണ് നമുക്ക് കിട്ടുന്നത്. നല്ല ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. മസ്റ്റേർഡ് യെല്ലോ ആണ് വരുന്നത്. അപ്പോൾ ഓർഡേഴ്സ് എല്ലാം വാട്സപ്പ് ത്രൂ ആണ്. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 8891479506. എൻ്റെ കസ്റ്റമർ കെയർ നമ്പർ 9645479506. അപ്പം നമ്മളിപ്പോൾ കണ്ട 3 കുർത്തിൻ്റെ സൈസ് വന്നിട്ട് M to XXL ആണ് വരുന്നത്. പ്രൈസാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത്. ഈ കോട്ട് സെറ്റിന് വന്നിട്ട് 549 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ് ആണ്.
പിന്നെ അടുത്തൊരു എലഗൻ വീഡിയോയുമായി കാണുമ്പോഴേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് ഗൗരി ഹർഷൻ.